ഒരു അന്യ പെണ്ണിന്റെ കിടപ്പറയിൽ അവൻ കിടക്കുമ്പോ അവൻ നിസ്കാരമുള്ളവനാണ്, അവൻ നാട്ടിന് മേൽവിലാസമുള്ളവനാണ്. പക്ഷേ അവൻ ഒരു നിമിഷം പ്രലോഭനത്തിന് പെട്ട് ഒരു അന്യ പെണ്ണിന്റെ കിടപ്പറയിൽ കിടക്കുമ്പോ അവൻ വ്യഭിചരിച്ചു കൊണ്ടിരിക്കുമ്പോ അവൻ മുഅ്മിനല്ല. ഈമാൻ അല്ലാഹു അവനിൽ നിന്ന് എടുത്തു കളയും. സഹോദരങ്ങളെ, ചെറുപ്പക്കാരാ, ആ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവനെങ്ങാനും മരിച്ചുപോയാ അവൻ നാളെ നരകത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അവൻ മുഅ്മിനായിരുന്നു, അവൻ നിസ്കാരമുള്ളവനായിരുന്നു, അവൻ സക്കാത്ത് കൊടുക്കുന്നവനായിരുന്നു, അവൻ ഏറ്റവും നല്ലവനായിരുന്നു, അത് കേൾക്കാൻ അവൻ മുൻപന്തിയിലുണ്ടായിരുന്നു. പക്ഷേ സിനാ ചെയ്യുമ്പോ, വ്യഭിചരിക്കുമ്പോ, ഒരു അന്യപെണ്ണിന്റെ അടുത്തവൻ കടപ്പറ പങ്കിടുമ്പോ അല്ലാഹ് അപ്പോൾ അവന്റെ ഈമാൻ ഊരി മാറ്റിക്കളയും. ഈമാനുള്ളവനത് ചെയ്യാൻ കഴിയില്ലല്ലോ. ആ കിടപ്പിലെങ്ങാനും മരിച്ചുപോയാ എങ്ങനെയാ സഹോദരങ്ങളെ ചിന്തിക്കുന്നത്? ആ കിടപ്പിലെങ്ങാനും മരിച്ചുപോയാ 4 മാസങ്ങൾക്ക് മുമ്പ് തൃശൂർ ജില്ലയിലെ ചാവക്കാട് ലോഡ്ജിൽ ഒരു ചെറുപ്പക്കാരൻ റൂമിൽ മരിച്ചു കിടന്നു. ഒരു ചെറുപ്പക്കാരൻ മരിച്ചു കിടന്നു. അവനെങ്ങനെ മരിച്ചു എന്ന് പോലീസ് ഉദ്യോഗസ്ഥർക്ക് തെളിവില്ല. നമ്മുടെ നാട്ടിൽ നടന്ന കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. സഹോദരങ്ങളെ, എന്നേക്കാളേറെ നിങ്ങൾ വായിക്കുന്നവരാണ്. പക്ഷേ ഞാനൊരു പ്രഭാഷകനായത് കണ്ടത് പലപ്പോഴും കുറിച്ചിടുമെന്ന് മാത്രം, നിങ്ങൾ വായിച്ചിട്ട് മറക്കുമെന്ന് മാത്രം. കാരണം ഞാൻ ഉണർത്താൻ വന്നവനാണല്ലോ. നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ഓർമ്മിപ്പിച്ചു കൊടുക്കും നബിയെ. കേൾക്കുന്നവർക്കതിലേക്ക് പോകാതിരിക്കാൻ കഴിഞ്ഞാലോ? ഒരു പ്രഭാഷകനായതുകൊണ്ട് ഞാൻ ഓർമ്മച്ചപ്പിന് കുറിച്ചിടുമെന്ന് മാത്രം. പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് എങ്ങനെ കൊന്നെന്നറിയില്ല. വിഷം കുടിച്ചിട്ടില്ല, അവൻ തൂങ്ങി മരിച്ചിട്ടില്ല, അവനെ ആരും മർദ്ദിച്ചിട്ടില്ല, അവന്റെ ശരീരത്തിൽ ഒരു പോറല് പോലുമില്ല. സഹോദരങ്ങളെ, കൊലപാതകം എങ്ങനെ? അവൻ സയനൈഡ് കഴിച്ചിട്ടല്ല, അവന് വാഹനാപകടം സംഭവിച്ചതല്ല, അവന്റെ ശരീരത്തിലെ ഒരു രോമം പോലും പൊടിഞ്ഞു പോയിട്ടില്ല. പക്ഷേ അവസാനം കാതകനാരെന്നറിയുമോ? കാതകനല്ല, കാതകിയാണ്. അവന്റെ കൂടെ മുറിയെടുത്ത ഒരു പെണ്ണ്, 3 മക്കളും ഒരു ഭർത്താവുമുള്ള വീട്ടിലെ പെണ്ണ്. ആ പെണ്ണിനെയാണ് അറസ്റ്റ് ചെയ്തത് പിറ്റേ ദിവസം പത്രത്തിൽ. എന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് കേൾക്കുക. എന്താണെന്നറിയോ? അവൻ എങ്ങനെ മരിച്ചെന്നറിയുമോ? സഹോദരങ്ങളെ, ആ പെണ്ണ് പോലീസിനോട് പറഞ്ഞ മൊഴി എന്റെ ഭാഷയല്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ മറന്നു കളയണം, അപ്പോൾ തന്നെ മറന്നു കളയണം. റസൂലുള്ളാഹിയുടെ ഒരു വാക്കിന്റെ ഗൗരവം പറയാൻ കൺമുമ്പിൽ കണ്ട ഒരു ഉദാഹരണം പറയുകയാണ് ഞാൻ. ആ പെണ്ണ് പറഞ്ഞു, ഞാൻ ഇവരുമായി മുറിയെടുത്തു, പല പ്രാവശ്യം ഞങ്ങൾ ശാരീരിക ബന്ധത്തിലേർപ്പെട്ടു, ഞങ്ങൾക്ക് പെട്ടെന്ന് പിരിയേണ്ടുള്ളത് കൊണ്ട് ക്രമത്തിലധികം ശരീരത്തിന്റെ ആരോഗ്യത്തിനപ്പുറം ജീവിതത്തിലേക്ക്